ഈ വെള്ളരിക്കപ്പോൾ നമ്മൾ പിന്നെ മുളകിട്ടിട്ട് വയ്ക്കാം, പിന്നെ തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത്, അതുപോലെ മോര് കറി, പച്ചടി, പിന്നെ അവിയലിലൊക്കെ ചേർക്കുമല്ലോ. അവിയലിൽ ഇത് വെള്ളരിക്ക എല്ലാ ഇതിലേക്കും ചേരുന്നതാണ് ആ ഒരു പച്ചക്കറി കഷ്ണം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇന്ന് വെള്ളരിക്ക, മുരിങ്ങാക്കായ, പച്ചമാങ്ങ അത് ചേർത്തിട്ട് ഉള്ള കറിയാണ്, അതായത് തേങ്ങ അരച്ചുള്ള കറി. പിന്നെ ഇപ്പോൾ നമുക്കിന്ന് കോഴിമുട്ട വറുത്തതുണ്ട്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഊണിനുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാൽ വെള്ളരിക്കയും മുരിങ്ങാക്കായും, അത് പിന്നെ നമുക്ക് നല്ല, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, തൊട്ടപ്പുറത്തുനിന്നുള്ള അവർ വീട്ടിൽ നിന്ന് അവർ തന്നാണ്, പിന്നെ കൃഷിയുള്ള തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്, പിന്നെ മാങ്ങ മാത്രം കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇത് നല്ല നാടൻ വെള്ളരിക്കയും മുരിങ്ങാക്കായാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരവി അത് കഴിഞ്ഞത് ഇനി അരച്ച് വയ്ക്കാനുള്ളതാണ്. ആദ്യം അത് അരച്ച് വയ്ക്കുകയാണ്. ചെറിയ ജീരകവും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ നമ്മളിനി പരിപ്പ് അത് ഇത് വെള്ളത്തിലിട്ട് വെച്ച ശേഷം പിന്നെ നമുക്കത് വേവിച്ചെടുക്കാനുള്ളതാണ്. പരിപ്പ് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ ഇത് വേവട്ടെ, കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെള്ളരിക്ക അത് ഒക്കെ തോലൊക്കെ ചെത്തിഞ്ഞൊക്കെ നുറുക്കാനുള്ളതാണ്. ഇത് നല്ലൊരു പഴുത്ത വെള്ളരിക്കയാണ്. മറ്റേത് കുറച്ചൊരു ചെറുതാണ്, രണ്ട് മൂത്ത തന്നെയാണ്. നല്ല നാടൻ വെള്ളരിക്കയാണ്. ഈ വീട്ടുവളപ്പിലുണ്ടായ വെള്ളരിക്കയാണ്, നമ്മൾ വാങ്ങിയതല്ല. അപ്പോൾ നല്ല വെള്ളരിക്കയാണ്. ഇത് നമ്മളെ പറമ്പിൽ തന്നെയുള്ളതൊക്കെ ആകുമ്പോൾ വെച്ചാൽ മറ്റ് അധികം ഈ ജൈവവളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് തന്നെയാണിത്. അതാണ്. പിന്നെ അതിലേക്ക് പച്ചമാങ്ങ, അത് പിന്നെ ഞങ്ങൾ ഇത് മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ മുരിങ്ങാക്കായ അതും ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് തന്നതാണ്. മുരിങ്ങക്കായനെ കണ്ട നല്ലൊരു, അധികം വണ്ണമില്ലാന്നേ ഉള്ളൂ, നല്ല ഫ്രഷ് മുരിങ്ങക്കായാണ്. അതൊക്കെ കഴുകി വെച്ചു. ഇനി നമുക്ക് നുറുക്കിയെടുക്കാം. വെള്ളരിക്ക ആയിക്കോട്ടെ, ചെറുതാക്കി നുറുക്കാണ് ചെയ്യുന്നത്. പരിപ്പ് അപ്പോഴേക്ക് വേവും, ഒരു 3 വിസിലെങ്കിലും വേണം. പരിപ്പ് 3 വിസിൽ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളരിക്ക അത് അതിന് ഇട്ട് കൊടുക്കാം. വെള്ളം പിന്നെ ആദ്യം പാകത്തിന് ഒഴിച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ഇടാനുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ വേവിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ആവിയിലല്ല, അതായത് ആവി കയറ്റിയിട്ടുള്ള അങ്ങനെയല്ല. അപ്പോൾ അത് ഒന്നങ്ങോട്ട് വേവട്ടെ, സാധാരണ പോലെ തുറന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് കുറച്ച് ഒന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്കതിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ മാങ്ങ അതിൻ്റെ കൊത്തിയിടാം. ഇതും നാടൻ മാങ്ങ തന്നെയാണ്. പിന്നെ മുരിങ്ങാക്കായ. ഇപ്പോൾ ഒന്ന് അത്യാവശ്യം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് അതിൽ ചേർക്കാം.
ഇനിയിപ്പോൾ ഇതുകൂടിയാണ് ചേർന്ന് വേവട്ടെ. ഇനി എളുപ്പം വേവും ഇത്. നമുക്കൊരു ഉപ്പ് ലേശം ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ കറിവേപ്പില ഇതേപോലെ തന്നെ ഇത് നാടനാണ്. ഇത് ഇപ്പോൾ ഈ ഒരു 3 ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നത്. വെള്ളരിക്കയും മുരിങ്ങക്കായും ഈ കറിവേപ്പിലയും. ഇനിയിപ്പോൾ ഇതാ അരച്ച് വെച്ചത് അത് ചേർക്കാം. നമുക്ക് കറിവേപ്പില അത് ചേർക്കാം. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇതാ വറവിടാനാണുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമുക്ക് കടുക്, പിന്നെ വറ്റൽമുളക് അത് താളിച്ച് ചേർക്കണം. പുളിയൊക്കെ നല്ല പാകമാണ്. അതായത് നല്ല പുളിയുണ്ട്. നമ്മൾ മാങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ, തക്കാളി ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് പുളിയൊന്നും പാരാത്തിന്. അപ്പോൾ നല്ല പുളിയുണ്ട്. അപ്പോൾ സമയം 11 മണി. അപ്പം അമ്മ അവിടെ ഇരിക്കേണ്ടതല്ലോ. പണ്ട് ഞങ്ങളുടെ പാടത്ത് വെള്ളരിക്ക കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കായുണ്ടായ വെള്ളരിക്കേൻ്റെ പൂവരി ശർക്കര കൂട്ടി തിന്നു. പാടത്തേക്ക് പോകുമ്പോൾ കടലാത്ത് പൊഞ്ഞു കൊണ്ടുപോകുക ശർക്കര. എന്നിട്ട് അവിടുന്ന് പൂവരി എടുത്തിട്ട് അവിടുന്ന് തന്നെ തിന്നു. വെള്ളരിക്ക പൂവനും ശർക്കരയും കൂട്ടി തിന്നാൻ നല്ല രസമാണ്. വെള്ളരിക്ക മൂക്കണേൻ്റെ വേണ്ട പൂവനാണ് എടുക്കുക, അതാണ് ശർക്കരയും കൂട്ടി തിന്നുക. ഇനിയിപ്പോൾ നമുക്ക് കോഴിമുട്ട വറക്കലാണ്. പിന്നെ ഊണഴിക്കേണ്ട തൊട്ട് മുമ്പായിട്ടാണ് ഞങ്ങൾ വറക്കുന്നത്. 11:30 കഴിഞ്ഞിട്ട് 2 കുരുമുളക് പൊടി ആണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പും ചേർക്കാം. ഇത് മാത്രം ഇതിൽ ചേർക്കുന്നത്, മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഉള്ളി, പച്ചമുളക് അരിഞ്ഞത് ഒന്നുമല്ല. ഇങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ. അപ്പോൾ ഏതായാലും വെളിച്ചെണ്ണയൊക്കെ പാരാം. ഇനിയിപ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെങ്ങനെ വെച്ചാൽ ഇത് ഇന്ന് ഉപ്പേരി പോലെയല്ല, ഓംലെറ്റ് പോലെ വലുതാക്കിയിട്ട് കനം കുറച്ചിട്ടുമല്ല. അത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇങ്ങനെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ഷേപ്പൊന്നുമല്ല, അങ്ങനെ നോക്കിയിട്ടല്ല, ഒന്നിട്ട് മറിച്ചിട്ടിട്ട് നല്ല കട്ടിയിൽ തന്നെയും. അത് നല്ല രസമാണ്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എനിക്ക് കൂടുതൽ ഇങ്ങനെയാണ് ഇഷ്ടം. പറ്റ കനം കുറച്ച് അങ്ങനെ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇഷ്ടമല്ല, ഇങ്ങനെ. അപ്പോൾ ഊണ് കഴിക്കുകയായി. കണ്ടോ, ഇങ്ങനെ. ഇനിയിപ്പോൾ അതിനൊരു കഷ്ണം മുറിച്ചത്. അമ്മയ്ക്കും അതെങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പപ്പടം കാച്ചിയത്, പിന്നെ ഇപ്പം ഇന്ന് മുളക് വറുത്തതുണ്ട്, കൊണ്ടാട്ടമുളക്. അങ്ങനെയാണ്. തൈരുണ്ട്. അമ്മയ്ക്ക് പിന്നെ തൈര് വേണ്ടത്. അല്ലാതെ തണുപ്പുള്ളപ്പോൾ ചിലപ്പോൾ അമ്മ തൈര് കഴിക്കില്ല. ഇതിപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത്. ലേശം തൈര് ഒഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.